Good afternoon, all. Good afternoon, miss. ഇന്നിവിടെ ആരുമില്ലല്ലോ. അപ്പൊ 2 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഒന്ന് ക്ലാസ്സിൽ കയറുമെന്ന് നോക്കാം, എന്നിട്ട് മിസ് ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസം വായിച്ചതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, അതിനുശേഷത്തിലേക്ക്. Okay. ഓക്കെ, എന്നാരില്ലേ? ഇത്രയുള്ളോ? 1, 7, 5, 6 പേര് അല്ലേ? ക്ലാസ് തുടങ്ങാലോ. ഞാൻ ക്ലാസ് തുടങ്ങാം. മിസ് ഫാക്ടേഴ്സ് ആണല്ലേ എടുത്തോണ്ടിരിക്കുന്നത്. ജസ്റ്റ് പതുക്കെ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ എംപ്ലോയി റിലേഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെ, ഘടകങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എത്ര പറഞ്ഞു? 5 പറഞ്ഞു അല്ലെ. എക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെ. ആ 5 പറഞ്ഞത്. ഇത്രയും ക്ലിയർ അല്ലേ? മിസ് എടുത്തത് വരെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? ദീസ് ഫാക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റൈൽ എക്സിസ്റ്റിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ അല്ലെ. ഇതിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്? ഈ ഒരു ഫാക്ടേഴ്സ് അല്ല, ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ സ്റ്റൈൽ അല്ലെ, ശൈലി, അവരെങ്ങനെയാണ് അവിടെ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ, എംപ്ലോയീസിനൊക്കെ എങ്ങനെയാണ് അവര് ബിഹേവ് ചെയ്യുന്നത് അല്ലെ, അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു മാനേജ്മെന്റിന്റെ സ്റ്റൈല് വരുന്നുണ്ട്. കൂടാതെ ഇറ്റ്സ് പെർസ്പെക്റ്റീവ് അല്ലെ, പിന്നെന്താണ് അവരുടെ കാഴ്ചപ്പാട് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ വ്യൂ പോയിന്റ്സുകൾ ഉണ്ടാവുമല്ലോ എംപ്ലോയേഴ്സിന്റെ. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റ്സിനോട് അല്ലെ, പെർസ്പെക്റ്റീവ്സിനോട്, കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടായിരിക്കും അല്ലെ അവർ കൊണ്ടുവരുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ അല്ലെ. ആണോ? ആരാണോ അവിടെ കൂടുതൽ അല്ലെ മാനേജ്മെന്റ്, അതല്ലെങ്കിൽ ആരാണോ തൊഴിലുടമ അല്ലെ, അവരുടെ കാഴ്ചപ്പാടിനോട് അനുബന്ധിച്ചായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അവരെ
കാഴ്ചപ്പാടുകള്, വ്യൂ പോയിന്റ്സുകള്. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് അല്ലെ, അവരുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെ, എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഉള്ളിലുള്ളതോ ഇന്റേണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ്, ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് അല്ലെ. എന്ന് വെച്ചാല് അവിടുത്തെ എംപ്ലോയറുടെ ബിഹേവിയർ, അവരുടെ തീരുമാനങ്ങൾ അല്ലെ, ഡിസിഷനുകള്, അവരുടെ പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ കൾച്ചർ അല്ലെ, പൊളിറ്റിക്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണോ, നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കുന്നതാണോ എക്കണോമിക് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, വേജസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനെ പുറമേ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നും അല്ലെ ബാധിക്കുന്ന ഘടകങ്ങള്. അത് പല രീതിയിലാവാം അല്ലെ, എംപ്ലോയേഴ്സിന്റെ ബിഹേവിയർ, അവരുടെ ഡിസിഷനുകള് അല്ലെ, അവരുടെ പെർഫോമൻസ്, ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ പെടുന്നതാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ആരോഗ്യം. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന്റെ ആരോഗ്യം, ഹെൽത്ത് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, നമ്മുടെ എംപ്ലോയേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലേ ആ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്തിന് ഗുഡ് റിലേഷൻഷിപ്പ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹെൽത്ത് നല്ല ഒരു റിലേഷൻ ആണോ എന്നുള്ള ആ ഒരു ഹെൽത്ത്. നെക്സ്റ്റ് പറയുന്നത് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ അല്ലെ, അവർക്കിടയിൽ എന്തുണ്ട്, നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിന്റെയും എംപ്ലോയേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അസോസിയേഷനും ട്രേഡ് യൂണിയൻസിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു മത്സരം ഉണ്ടോ, കോമ്പറ്റീഷൻ ഉണ്ടോ, ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോമ്പറ്റീഷന്റെ ഡിഗ്രി, അളവ്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ടുവേർഡ്സ് ചേഞ്ചസ് അല്ലെ. നമുക്കറിയാം ഓരോ തവണ, ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ഇപ്പൊ പറയുന്ന മാസങ്ങൾ എന്ന് പറയാം അല്ലെ, ചെല്ലും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ആണോ. അപ്പൊ എന്ത് വേണം, നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ. അവര് പരമ്പരാഗത രീതിയിൽ അല്ലെങ്കിൽ അവിടെ പണ്ട് ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ തന്നെ തുടരുള്ളൂ എന്ന് പറയാൻ പറ്റോ, ഇല്ല അല്ലേ. നമുക്കിപ്പോ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കണമെങ്കിലൊക്കെ എന്താണ്, നമുക്ക് ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റൂ അല്ലെ. അപ്പൊ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ആ ഒരു മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ വഴക്കം ഒക്കെയാണോ. നെക്സ്റ്റ് പറയുന്നത് ആൻഡ് ഡൈവേഴ്സ് HRM പോളിസീസ് അല്ലെ, നമ്മുടെ HRM പോളിസികളില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നയങ്ങളില് ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ, നയങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നയങ്ങള്, വൈവിധ്യമാർന്ന HRM നയങ്ങള്, ഇതൊക്കെ എന്താണ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെയാണോ, എല്ലാവർക്കും ഓക്കെ ആണോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ, ഒന്നുകൂടെ പറയണോ. സംഘടന, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു മാനേജ്മെന്റിന്റെ അവർ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അവിടുത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓപ്പറേഷൻസ് അവര് കൊണ്ടുപോകുന്നതിനുള്ള ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതി. നെക്സ്റ്റ് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ഓർഗനൈസേഷനെ, അവരുടെ തലപ്പത്തിരിക്കുന്നവരുടെ കാഴ്ചപ്പാടുകള്. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. എന്തൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനെ പുറമേ നിന്നും അകത്തു നിന്നും ബാധിക്കുന്നതായിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെ. അതിൽ നമ്മുടെ എംപ്ലോയീസിന്റെയും ആ ഒരു ബിഹേവിയറുകൾ ഇടാം അല്ലെ, അവരുടെ ഡിസിഷനുകള്, അവരുടെ പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലെ,
നെക്സ്റ്റ് പറയുന്നത് കോമ്പറ്റീഷൻ, അവർക്കിടയിൽ നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഉണ്ട്, എംപ്ലോയേഴ്സ് അസോസിയേഷൻ ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട് അല്ലെ, അവർക്കിടയിലുള്ള ആ ഒരു മത്സരം, കോമ്പറ്റീഷൻസ്. പിന്നെ എന്താണ്, മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു വഴക്കം. പിന്നെ എന്താണ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ വൈവിധ്യമാർന്നിട്ടുള്ള നയങ്ങൾ ഒക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സ് അല്ലെ, ആഗോള ഘടകങ്ങൾ. അപ്പൊ എന്താണ്, നമ്മുടെ രാജ്യത്ത് മാത്രമുള്ളതാണോ? ആഗോളതലത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ, അല്ലെ? നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഘടകങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് അല്ല അല്ലെ, ഗ്ലോബലി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താന്ന് നോക്കിയേ, ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഗ്ലോബൽ ഡിഫറൻസ് അല്ലെ, നമ്മുടെ എന്താണ് ആഗോള, ഈ ഘടകങ്ങളില് എന്താണ് ആഗോള വ്യത്യാസങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ പല രാഷ്ട്രത്തും നിലനിൽക്കുന്ന ഇൻഡസ്ട്രീസ്, അവിടെയുള്ള നയങ്ങള്, പോളിസികളൊക്കെ എന്താണ് ഒരേപോലെയാണോ? ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങളില്, നമ്മുടെ ബിഹേവിയർ, എംപ്ലോയേഴ്സിന്റെ ബിഹേവിയറില് അല്ലേ, ആണോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗ്ലോബൽ ഡിഫറൻസ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങള്. പിന്നെ പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെ, അന്താരാഷ്ട്ര ബന്ധങ്ങള്. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പൽസ് അല്ലെ, സാമ്പത്തിക രാഷ്ട്രീയ തത്വങ്ങൾ അല്ലെ. നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രിൻസിപ്പൽസ് ഉണ്ട് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രിൻസിപ്പൽസ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ILO അല്ലെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ് ആൻഡ് റിലേഷൻസ് അല്ലെ, വിദേശ വ്യാപാര കരാറുകളും ബന്ധങ്ങളും. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന ഘടകങ്ങളല്ലേ. ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സുകൾ അല്ലെ, വിദേശ വ്യാപാര കരാറുകള്, ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആണോ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഗ്ലോബൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് പോളിസീസ് ഓഫ് പവർ ബ്ലോക്സ് എന്ന് വെച്ചാല് പവർ ബ്ലോക്കുകളുടെ സാമ്പത്തിക വ്യാപാര നയങ്ങള്. പവർ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തെന്നല്ല ആഗോളതലത്തില് ചില രാജ്യങ്ങൾ തമ്മിൽ ഒരു കൂട്ടായ്മ, ഒരു ബോണ്ടിങ് ഉണ്ടാവാറുണ്ട്. അവർ തമ്മിലുള്ള വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഒന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിനോ വേണ്ടി അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് പവർ ബ്ലോക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആഗോളതലത്തില് ഗ്ലോബലി എന്താണ് രാഷ്ട്രീയ സ്വാധീനം പല രാഷ്ട്രങ്ങൾ തമ്മിൽ അവർക്ക് വ്യാപാര തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനോ അവര് തമ്മിൽ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു എഗ്രിമെന്റുകൾ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് പവർ ബ്ലോക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു പവർ ബ്ലോക്സ് വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മയിൽ വരുന്ന സാമ്പത്തിക വ്യാപാര നയങ്ങള് ഒക്കെയാണോ? അതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന ആഗോള ഘടകങ്ങളാണ് അല്ലെ. അത് നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ ഫാക്ടേഴ്സ്? അല്ല അല്ലെ, ആഗോള തലത്തിലാണ് അല്ലെ, ഇന്റർനാഷണൽ തലത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് ഗ്ലോബൽ കൾച്ചർ എൻവയോൺമെന്റ് അല്ലെ, ആഗോള സാംസ്കാരിക പരിസ്ഥിതി അല്ലെ. നമുക്കറിയാം നമ്മുടെ ഡിഫറെന്റ് കൺട്രീസും ഡിഫറെന്റ് നേഷനൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള കൾച്ചേഴ്സ് ഒക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്, എത്തിക്സുകള്, വാല്യൂസ് അല്ലേ, ആണോ?
ഇൻഡസ്ട്രിയൽ റിലേഷന്റെ നമ്മൾ എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ അല്ലെ, പലതരത്തിലുള്ള മൂല്യങ്ങളും പലതരത്തിലുള്ള നയങ്ങൾക്കൊക്കെ ആയിട്ട് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ഒരു കൾച്ചർ എൻവയോൺമെന്റ്. നെക്സ്റ്റ് ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്സ് അല്ലെ, അന്താരാഷ്ട്ര തൊഴിൽ കരാറുകള് മുതലായവ എന്തിൽ പെടുന്നു? നമ്മുടെ ഗ്ലോബൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് കഴിഞ്ഞു, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് അപ്രോച്ചസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻ. നമ്മുടെ എംപ്ലോയീസ് റിലേഷന്റെ സമീപനങ്ങൾ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള അപ്രോച്ചസ്, സമീപനങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ്, approaches of employee relation are as follows. നമ്മുടെ എംപ്ലോയി റിലേഷനെ അല്ലെങ്കിൽ എംപ്ലോയി റിലേഷനിലുള്ള സമീപനങ്ങൾ താഴെ കൊടുക്കുന്നു. അതില് അപ്രോച്ചസ് ഓഫ് എംപ്ലോയി റിലേഷൻ, സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലെ, എന്താണ്? മനഃശാസ്ത്ര സമീപനങ്ങൾ. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് അല്ലെ, മാനുഷ്യ ബന്ധങ്ങളുടെ സമീപനങ്ങള്. നെക്സ്റ്റ് സോഷ്യോളജിക്കൽ അപ്രോച്ചസ്. നെക്സ്റ്റ് ഗാന്ധിയൻ അപ്രോച്ച് അല്ലെ, നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ, അങ്ങനെയുള്ള ഗാന്ധിയൻ അപ്രോച്ചസ്. നെക്സ്റ്റ് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. നെക്സ്റ്റ് ഡയലോഗ് സിസ്റ്റം അപ്രോച്ച്. അങ്ങനെ 6 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നിലനിൽക്കുന്നത്. ഇത് പഠിച്ചു വെക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഫസ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ചസ് അല്ലെ, എന്താണ്? മനഃശാസ്ത്ര സമീപനങ്ങള്. അപ്പൊ നമുക്കറിയാം നമ്മുടെ തൊഴിൽ മേഖലയിലെ ഇൻഡസ്ട്രിയില് എംപ്ലോയേഴ്സ് ഉണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്. അവരുടെ വ്യൂ പോയിന്റ്സുകള്, അവരുടെ ബിഹേവിയർ അതൊക്കെ ഒരേപോലെയാണോ? പലരും പല രീതിയിലാണ് അല്ലെ ചിന്തിക്കുന്നത് അല്ലെ, ആണോ? അല്ലേ? അപ്പൊ അങ്ങനെ അവരുടെ മനഃശാസ്ത്രമായിട്ടുള്ള സമീപനങ്ങളൊക്കെ അത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ദ സൈക്കോളജിക്കൽ അപ്രോച്ച് വ്യൂസ് ദ ഇഷ്യൂസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആസ് ഇന്റൻസ്ലി എംബഡഡ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ദി കീ പാർട്ടിസിപ്പൻസ്. എന്താണ്? നമ്മുടെ വ്യവസായിക ബന്ധങ്ങളെ, ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മുടെ കീ പാർട്ടിസിപ്പൻസ് ഉണ്ട് അല്ലെ, കീ പാർട്ടിസിപ്പൻസ് ആരാ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ? നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രധാന പാർട്ടിസിപ്പൻസ് ആരാ? കീ പാർട്ടിസിപ്പൻസ് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആണ് അല്ലെ, അല്ലേ? എന്താണ്? ആണോ? എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ വ്യവസായിക ബന്ധങ്ങളിലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രശ്നങ്ങൾ പ്രധാന പങ്കാളികളുടെ, അതായത് കീ പാർട്ടിസിപ്പൻസിന്റെ മനോഭാവത്തിനും അല്ലെ അവരുടെ ധാരണയിലും തീവ്രമായി ഉൾച്ചേർന്നതായിട്ട് സൈക്കോളജിക്കൽ അപ്രോച്ച് പറഞ്ഞു അല്ലെ. എന്താണ്? അവിടുത്തെ ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷന്റെ പ്രശ്നങ്ങൾ പൊതുവായിട്ട് എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയീസിന്റെയും ധാരണകളും അല്ലെ അവരുടെ മനോഭാവങ്ങളുമാണോ? ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ ആണോ? അതുമായി ബന്ധപ്പെട്ടാണ് അല്ലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രശ്നങ്ങൾ വരുന്നത്, ഇഷ്യൂസ് വരുന്നത് അല്ലെ. അതല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? അവരുടെ മനോഭാവങ്ങളെ അനുസ്പൃതമാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രശ്നങ്ങള് പ്രധാനമായും അവിടുത്തെ പ്രധാന പാർട്ടിസിപ്പൻസിന്റെ മനോഭാവത്തിലും അവരുടെ ധാരണയിലും ഉൾച്ചേർന്നതായിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് പറയുന്നു. നെക്സ്റ്റ് പറയുന്നത് മാസോൺ ഹാരി എന്ന് പറഞ്ഞ ആള് എന്താരാണ്? നമ്മുടെ വ്യവസായിക ബന്ധങ്ങളിലെ മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാസോൺ ഹാരി. ആ ആള് പറയുന്നത് മാസോൺ ഹാരി studied the impact of perception of an individual on his own behavior. ഒരു വ്യക്തിയുടെ സ്വന്തം ഓൺ ബിഹേവിയർ അല്ലെ, എംപ്ലോയർ ആവാം, എംപ്ലോയീസ് ആവാം, അവരുടെ സ്വന്തം ബിഹേവിയർ എന്താണ് അയാളുടെ മുഖ്യധാരണയുടെ
സ്വാധീനമാണെന്ന് മാസോൺ ഹാരി പഠിച്ചു അല്ലെ. ഇപ്പൊ നമ്മുടെ എംപ്ലോയർ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? അയാളുടെ പെർസെപ്ഷൻ അനുസരിച്ചായിരിക്കും അല്ലെ. അയാളുടെ ധാരണ, അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും അയാൾ പ്രവർത്തിക്കുന്നത് അല്ലെ. എംപ്ലോയർ പ്രവർത്തിക്കുന്നത് ആണോ? ആണ്. അതേപോലെ എംപ്ലോയി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആ എംപ്ലോയിയുടെ വ്യൂ പോയിന്റ്സുകളിൽ നിന്നും, അയാളുടെ ധാരണകളിൽ, പെർസെപ്ഷനിൽ നിന്നും, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അനുസരിച്ചായിരിക്കും അല്ലെ നമ്മുടെ എംപ്ലോയീസും പ്രവർത്തിക്കുന്നത് ആണോ? അപ്പൊ നമ്മുടെ മാസോൺ ഹാരി സ്റ്റഡി ചെയ്തപ്പോ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആള് പഠിച്ചത് എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽസ് അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അയാളുടെ ധാരണയുടെ, അയാൾ എന്താണോ പെർസെപ്ഷൻ ചെയ്യുന്നത്, അയാൾ എന്താണോ മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും ആളുടെ പെരുമാറ്റം എന്ന് നമ്മുടെ മാസോൺ ഹാരി പഠിച്ചു. അപ്പൊ ആള് അതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇൻ ഹിസ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ടു ഡിസ്സിമിലർ ഗ്രൂപ്പ്സ്. അദ്ദേഹത്തിന്റെ പഠനത്തിൽ എന്ത് ചെയ്ത് അയാൾ 2 ഗ്രൂപ്പുകളാക്കി തിരിച്ചു. നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ, യൂണിയൻ ലീഡേഴ്സിനെ 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് അയാൾ ഒരു ടെസ്റ്റ് ചെയ്തു. നോക്കിയേ, that is executive and the union leaders are analyzed with the help of TAT, thematic apperception test. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, thematic apperception test. എന്താണ് ആളെന്താ ചെയ്തത്? നമ്മുടെ ടാറ്റിന്റെ സഹായത്തോടു കൂടി തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിലൂടെ ആളെന്ത് ചെയ്ത് നമ്മുടെ യൂണിയൻ ലീഡേഴ്സിനെയും എക്സിക്യൂട്ടീവ്സിനെയും 2 വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പെരുമാറ്റങ്ങൾ, ബിഹേവിയർ ആള് പഠിച്ചു. ഈ ടാറ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ സ്കൂളിലൊക്കെ നടത്താറുണ്ട്. സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാറില്ലേ ഒക്കെ നടത്തുന്ന ടെസ്റ്റാണ്. ഇപ്പൊ മിസ് ഒരു പിക്ചർ തരാം, ഒരു പടം തന്നിട്ട് നിങ്ങൾക്ക് 4 പേർക്ക് ഞാനൊരു പടം തന്നു. ആ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരേപോലെ ആയിരിക്കോ? മെമ്മറി ടെസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ പെർസെപ്ഷൻ ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും? അല്ല അല്ലെ, നിങ്ങളുടെ കാഴ്ചപ്പാട് അനുസരിച്ചായിരിക്കും നിങ്ങൾ അത് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ ബിഹേവിയറിനെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പിക്ചർ തന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ടാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്ത് ആള് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെയും യൂണിയൻ ലീഡേഴ്സ് അവർ 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ആള് നമ്മുടെ മാസോൺ ഹാരി ഈ ഒരു തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിന്റെ സഹായത്തോടെ അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ ആണോ? ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. റോഷാക്ക് ഇങ്ക് പോർട്ടർ ടെസ്റ്റ് ഉണ്ട്. പിന്നെ എന്താണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള പല മെമ്മറി ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടു കണ്ടക്ട് ദ ടെസ്റ്റ് എ ഫോട്ടോഗ്രാഫ് of an ordinary middle-aged person was taken as input and it was expected from both the group to give their ratings. എന്ത് ആളൊരു ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ 2 ഗ്രൂപ്പുകൾക്കും ഒരു സാധാരണ മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ കൊടുത്തു. മുൻകൂട്ടായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു 2 ഗ്രൂപ്പുകളിൽ നിന്നും, ആ ഒരു 2 ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ്സും യൂണിയൻ ലീഡേഴ്സിനോടും അവരുടെ റേറ്റിംഗ്സ് അവരോട് എഴുതാൻ പറഞ്ഞു, നൽകാൻ പറഞ്ഞു. എന്താണ്, ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു മധ്യവയസ്കൻ അല്ലെ, ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞു ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ആണോ? അങ്ങനെ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ദ ഫോട്ടോഗ്രാഫ് വാസ് റേറ്റഡ് ബൈ ദ ഗ്രൂപ്പ്സ് ഇൻ എ ഡിഫറെന്റ് മാനർ അല്ലെ. ആ ഒരു ഫോട്ടോഗ്രാഫ് ഈ 2 ഗ്രൂപ്പുകളും എന്താണ്
റേറ്റ് ചെയ്തത്. അതിനെ കുറിച്ച് അവർ പറഞ്ഞത് പല രീതിയിലാണ്, ഡിഫറെന്റ് മാനറിലാണ്, ഒരേപോലെയല്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ പെർസെപ്ഷൻ എങ്ങനെയാണ്, ഡിഫറെന്റ് ആണ് അല്ലെ അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്ത, രണ്ട് ഗ്രൂപ്പുകളും വ്യത്യസ്ത രീതിയിലാണ് അതിനെ റേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് the union leaders referred to the person in a photograph as manager. നമ്മുടെ യൂണിയൻ ഗ്രൂപ്പ് പറഞ്ഞു, ആ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ട് അവര് പറഞ്ഞത് റേറ്റ് ചെയ്തത് അത് മാനേജർ ആണ്. While the group of executive identified it as their union leaders in the photograph. പക്ഷെ എക്സിക്യൂട്ടീവ്സ് ആ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞത് അത് എന്താണ്, യൂണിയൻ ലീഡർ ആണെന്ന് പറഞ്ഞു. In the photograph, it was concluded that the conflict between management and labor arises as every group negatively perceive the other one. അല്ലെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്, ഇങ്ങനെ ഒരാൾ പറഞ്ഞു, എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു അത് യൂണിയൻ ലീഡേഴ്സ് ആണ്, ഒപ്പോസ് നിൽക്കുന്ന ആളാണ് അല്ലെ. നമ്മുടെ യൂണിയൻ ലീഡേഴ്സ് പറഞ്ഞു അത് മാനേജർ ആണ്. അപ്പൊ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഓരോ ഗ്രൂപ്പും മറ്റൊന്നിനെ അല്ലെ, നമുക്ക് ഒപ്പോസ് നിൽക്കുന്ന പാർട്ടിയെ നെഗറ്റീവ് ആയിട്ട് കാണുമ്പോഴല്ലേ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പെർസെപ്റ്റീവ് ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഫോട്ടോഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഓപ്പോസ് അല്ലേ പറഞ്ഞത്. യൂണിയൻ ലീഡേഴ്സ് പറഞ്ഞത് എന്താ, എക്സിക്യൂട്ടീവ്സ് അല്ലെ മാനേജർ ആണെന്ന് പറഞ്ഞു അല്ലെ. എക്സിക്യൂട്ടീവ്സ് എന്ത് പറഞ്ഞു, യൂണിയൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ, ഓപ്പോസ് ആയിട്ടാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താണ്, ഓരോ ഗ്രൂപ്പും നമ്മ മറ്റൊരാളെ നെഗറ്റീവായി കാണുമ്പോഴാണ് എന്താണ് മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന നിഗമനത്തിലേക്ക് എത്തും അല്ലെ. നമ്മുടെ യൂണിയൻ ലീഡേഴ്സ് എക്സിക്യൂട്ടീവ്സിനെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ എന്താണ് അവരെ എതിരാളിയായിട്ട് കാണുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ഒരാള് മറ്റൊരാളെ മറ്റൊന്നിനെ നെഗറ്റീവായി കാണുമ്പോഴാണ് നമ്മുടെ മാനേജ്മെന്റും തൊഴിലാളിയും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെന്ന ധാരണയിലേക്ക് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് എത്തിച്ചേർന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് അപ്രോച്ച് എടുത്തോട്ടെ. Next, human relation approach. Human relation approach. Elton Mayo was the founder of the human relation approach. Question വരുന്നതാണ് കേട്ടോ, മാർക്ക് ചെയ്യാം, ക്വസ്റ്റ്യൻ വരുന്നതാണ്. Who was the founder of the human relation approach? Elton Mayo. ആളാരാണ്, നമ്മുടെ ഓസ്ട്രേലിയൻ വംശജനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനും വ്യവസായിക ഗവേഷകനുമാണ് എൽട്ടൺ മായോ. അപ്പൊ ആളാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഇൻഡസ്ട്രിയൽ റിലേഷനില് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് കൊണ്ടുവന്നത്. This school was later extended by Roethlisberger, Whitehead, W.F. White and Homans, who gave a rational view of the characteristics of the industrial conflict and harmony. നമ്മുടെ പിന്നീട് ഈ ഒരു ചിന്താധാരയിൽ നിന്ന്, അത് ഹ്യൂമൻ റിലേഷൻ എന്നുള്ള ആ ഒരു ചിന്താധാര പിന്നീട് റോത്തിസ്ബർഗർ, വൈറ്റ് ഹെഡ്, W.F. വൈറ്റ് ആൻഡ് ഹോമൻസ് എന്ന് പറയുന്നവര് എന്ത് ചെയ്ത് അതിനെ വിപുലീകരിച്ചു. ഇപ്പൊ നമുക്കറിയാം ഓരോ വർഷം ഇപ്പൊ ഒരാള് കൊണ്ടുവന്ന പോയിന്റ്സുകൾ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി വിപുലീകരണം, എക്സ്റ്റൻഷൻ സംഭവിക്കും അല്ലേ എക്സ്റ്റൻഷൻ സംഭവിക്കും അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ എൽട്ടൺ മായോയുടെ ചിന്താധാരയില് നമ്മുടെ റോത്ലിസ്ബർഗർ ആളുടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്നുള്ള ചിന്താധാരയില് റോത്ലിസ്ബർഗർ, വൈറ്റ് ഹെഡ്, W.F. വൈറ്റ് ആൻഡ് ഹോമൻസ് എന്ന് പറയുന്നവര് എന്ത് ചെയ്ത് വിപുലീകരിച്ചു. അവർ വ്യവസായിക സംഘർഷങ്ങളുടെയും ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റിന്റെയും ആ ഒരു ഇൻഡസ്ട്രിയൽ ഐക്യം, ഹാർമണിയുടെയും സവിശേഷതകളെ കുറിച്ച് യുക്തിസഹമായിട്ടുള്ള വീക്ഷണങ്ങൾ നൽകി, റേഷണൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സുകൾ അവർ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത്, ദിസ് അപ്രോച്ച് emphasizes
emphasizes on those policies and methods that can be implemented to improve the workers or employee self-esteem, competence and job satisfaction. ഈ തൊഴിലാളി ഇത് എന്താണ് ഈ ഒരു അപ്രോച്ചസ് എന്താണ് എംഫസൈസ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം മനുഷ്യ ബന്ധ സമീപനമാണ്. അപ്പൊ അവിടെ എന്താണ് റിലേഷൻ ആണ് അല്ലെ, ആണോ? ലേബറും മാനേജ്മെന്റും അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അപ്പൊ അവര് തമ്മിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുന്നത്, എന്താ സ്ഥാപിക്കപ്പെടുന്നത്, എന്തിനാണ്? എംപ്ലോയീസിന് ഒരു സെൽഫ് എസ്റ്റീം ലഭിക്കുന്നുണ്ടോ, ആത്മാഭിമാനം, അവരെയും കൂടി എല്ലായിടത്തും ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. എംപ്ലോയീസിനെ ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എംപ്ലോയീസിനെ ഇൻക്ലൂഡ് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെയും കൂടി അവരുടെ അഭിപ്രായത്തിനും കൂടി പ്രാധാന്യം നൽകുക. നമ്മുടെ എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിൽ നല്ല റിലേഷൻ ആണ്. അപ്പൊ അവിടെ ഒരു സെൽഫ് എസ്റ്റീം വരുന്നുണ്ടോ എംപ്ലോയീസിന്? പിന്നെ അവരുടെ കോമ്പീറ്റൻസി, അവരുടെ സ്കില്ലുകള്, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? അവര് മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരും അല്ലേ. നോ. കൂടാതെ അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ മാനേജറും നിങ്ങളും തമ്മിൽ നല്ലൊരു റിലേഷൻ ആണ്, ഗുഡ് റിലേഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഹെൽത്തി പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അവരത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു പിന്തുണ നൽകുന്നുണ്ട്, ഒരു സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടമായിരിക്കും അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അല്ലേ. ആണോ? ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എന്താണ് നമ്മുടെ തൊഴിലാളികൾക്ക് ജോലിയില് സംതൃപ്തി എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നടപ്പിലാക്കാൻ കഴിയുന്ന പോളിസികളും മെത്തേഡുകളും അല്ലെ, നയങ്ങളും രീതികളുമാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചില് ഉൾക്കൊള്ളുന്നത്. ഓക്കെയാണോ? തൊഴിലാളികളുടെ ആത്മാഭിമാനം, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക അല്ലെ, കോമ്പീറ്റൻസി സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ ജോലിയിൽ സംതൃപ്തി ലഭിക്കുക എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള പോളിസി നയങ്ങളും രീതികളുമാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചസിൽ ഉൾക്കൊള്ളുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ് അല്ലെ. ഇത് തൊഴിലാളിയും മാനേജ്മെന്റും തമ്മില് സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനും സഹായിക്കുന്നു അല്ലെ. നല്ല റിലേഷൻ ആണെങ്കിൽ നമ്മുടെ ലേബറും മാനേജ്മെന്റും തമ്മിൽ സമാധാനപരമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെ കീപ്പ് ചെയ്യാം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവോ, ഇഷ്യൂസ് ഉണ്ടാവോ, പ്രോബ്ലംസ് ഉണ്ടാവോ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവോ? ഇല്ല അല്ലെ. അവര് തമ്മിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു റിലേഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സോഷ്യോളജിക്കൽ അപ്രോച്ച് അല്ലെ, സാമൂഹ്യശാസ്ത്ര സോഷ്യോളജിക്കൽ അപ്രോച്ച് സമീപനം. അപ്പൊ നോക്കിയേ, നമ്മുടെ സൊസൈറ്റീസ് ഇതിക്ക് മുമ്പ് എടുത്ത് പറഞ്ഞു, നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ സോഷ്യൽ വേൾഡ് ആണ് അല്ലെ, ആണോ? പല റിലീജിയസ് അല്ലെ, പല എന്താണ് ഫീലിങ്സ് ഉള്ളവര്, പല റിലീജിയസ് ആയിട്ടുള്ളത്, പല കൾച്ചർ ഉള്ളവര്, പല ബിഹേവിയർ ഉള്ളവര് അല്ലെ, പല ആറ്റിറ്റ്യൂഡ് ഉള്ളവര്, പല ക്വാളിഫിക്കേഷൻസ് ഉള്ളവര് അല്ലെ, പല ഏജ് ലിമിറ്റ് ഉള്ളവര് ആണോ? ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, അതാണ് കേട്ടോ പറയുന്നത്. നോക്കിയേ, ദ സോഷ്യോളജിക്കൽ അപ്രോച്ച്
The sociological approach compares the industry to a small social world. അല്ലെ എന്താണ് നമ്മുടെ സോഷ്യോളജിക്കൽ അപ്രോച്ച് കമ്പയർ ചെയ്യാണ് അല്ലെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത് ഇൻഡസ്ട്രി ടു എ സ്മോൾ സോഷ്യൽ വേൾഡ് അല്ലെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ചെറിയ സോഷ്യൽ വേൾഡ് ആണ് അതിലെന്താണ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ മിക്സ് ഓഫ് വേരിയസ് പീപ്പിൾ അതിൽ പലതരത്തിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ആൻഡ് ഗ്രൂപ്പ്സ് പലതരത്തിലുള്ള ആളുകളും പല ഗ്രൂപ്പുകളും ഹാവിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് അല്ലെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ളത് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെ പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് പല ഫാമിലി അപ്ബ്രിംഗിങ്സ് അല്ലെ എന്താണ് പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നവരാണ് അല്ലെ അപ്പൊ എല്ലാവരും ഒരേപോലെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നവരാണോ അല്ല അല്ലെ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നതാണ് അവരുടെ ഫീലിങ്സ് പലതാണ് അല്ലെ ഫീലിങ്സ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ് അല്ലെ ഇഷ്ടങ്ങൾ വേറെയായിരിക്കും അനിഷ്ടങ്ങൾ വേറെയായിരിക്കും ആസ് വെൽ ആസ് അതർ പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലെ കൂടാതെ മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളും ഘടകങ്ങളും ഉണ്ട് അല്ലെ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ബിഹേവിയർ എല്ലാം വ്യത്യാസങ്ങളാണ് അല്ലെ അങ്ങനെയുള്ള എന്താണ് പലതരത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ളവര് പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നത് പല അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളവര് പല പേഴ്സണാലിറ്റി ഉള്ളവര് പല ആറ്റിറ്റ്യൂഡ് ഉള്ളവര് പല ബിഹേവിയർ ഉള്ളവരുള്ള അങ്ങനെയുള്ള ഒരു സമ്മിശ്ര എന്താണ് സമ്മിശ്രത അതായത് പല ആളുകളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഒരു സാമൂഹിക ലോകമാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിൻസ് no two members in same industrial society have similar attitude and behavior അല്ലെ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള ആളുകള് രണ്ടുപേരും എങ്ങനെയാണ് ഒരേപോലെയുള്ള മനോഭാവങ്ങൾ ഉള്ളവരോ ഒരേപോലത്തെ ബിഹേവിയറോ ഉള്ളവരായിരിക്കില്ല അല്ലെ ആണോ നമുക്കിപ്പോ രണ്ടുപേര് എക്സാമ്പിൾ ആയിട്ട് രണ്ടുപേര് എടുക്കാണ് ഇപ്പൊ മിസ്സിനെയും സ്മിതനെ എടുത്തു കഴിഞ്ഞാൽ മിസ്സിന്റെ ബിഹേവിയറും മിസ്സിന്റെ ആറ്റിറ്റ്യൂഡും തന്നെയായിരിക്കും സ്മിതക്ക് വരുന്നത് രണ്ട് വ്യൂ പോയിന്റ്സ് ആയിരിക്കോ അല്ല അല്ലെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ അതേപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള രണ്ടുപേരെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും എന്താണ് വ്യത്യാസത ഉണ്ടാവും അല്ലെ this leads അപ്പൊ ഇതെന്തിലേക്കാണ് നയിക്കുന്നത് this leads to problem of conflict disagreement and negative competition among the members അല്ലെ അപ്പൊ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരുമ്പോൾ ബിഹേവിയർ വ്യത്യാസം വരുമ്പോൾ അതെന്തിലേക്ക് നയിക്കുന്നു സംഘർഷത്തിലേക്ക് അല്ലെ പിന്നെ വിയോജിപ്പിലേക്ക് അവര് തമ്മിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങളിലേക്ക് നയിക്കുന്നു ഓക്കെ ആണോ നെക്സ്റ്റ് പറയുന്നത് next the issue involved in industrial relation are related to wages working condition and labor welfare അല്ലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിന്റെയൊക്കെ ബേസിസിലാണ് വേജസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ സാലറി വേതനം അല്ലെ പിന്നെന്താണ് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് അല്ലെ ജോലി സാഹചര്യങ്ങൾ അവരുടെ എന്താണ് ടൈമിങ് അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ അവർക്കൊരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു വർക്ക് എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ എംപ്ലോയീസ് എന്താണ് എന്തായാലും പ്രതികരിക്കില്ലേ അവര് ഇപ്പൊ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഇല്ല അറ്റ്ലീസ്റ്റ് മിസ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു യൂസ് ചെയ്യാനുള്ള ഒരു ടോയ്ലറ്റ് ഇല്ല എങ്കിലും നിങ്ങൾ പ്രതികരിക്കോ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആണ് പ്രതികരിക്കോ അവിടെ തീർച്ചയായും നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കല്ലേ അപ്പൊ നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ആൻഡ് ലേബർ വെൽഫെയർസ് അല്ലെ നമ്മുടെ ക്ഷേമം ലേബേഴ്സിന്റെ ക്ഷേമം അതായത് ബെനിഫിറ്റ്സുകൾ ആകാം അല്ലെ
അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? However, one must not avoid the most important factors. അല്ലേ? അതിലെന്താണ്? എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് മോസ്റ്റ് ഫാക്ടർ ദാറ്റ് ഈസ് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെ. ഒന്നും എന്താണ്, ഒന്നും വലുതല്ല അല്ലെ. ഇതിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ നമ്മ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എക്കണോമിക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമൻ റിലേഷൻ അല്ലെ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. However, one must not avoid the most important അല്ലെ. ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാനോ എന്തെങ്കിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണോ എന്ന് പറയാൻ പറ്റോ? That is sociological factors അല്ലെ. The sociological factors consist of the value system, tradition, patterns, symbols, attitude and perception of both labor and management that have an impact on the industrial relations in different ways അല്ലെ. എന്താണ് the sociological factors ഉൾക്കൊള്ളുന്നത്? എന്താണ്? വാല്യൂ സിസ്റ്റം അല്ലെ, അവരുടെ മൂല്യങ്ങള്, അവരുടെ ട്രഡീഷൻസ് അല്ലെ, അവരുടെ മൂല്യവ്യവസ്ഥ, അവരുടെ പാരമ്പര്യങ്ങള് അല്ലെ. ട്രഡീഷൻസ്, പലരുടെയും ട്രഡീഷൻസ് പല രീതിയിലാവും അല്ലെ, പലരുടെയും കൾച്ചർ വേറെ ആയിരിക്കാം അല്ലെ. അവരുടെ പാറ്റേൺസ്, അവരുടെ സിംബൽസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ധാരണകൾ അല്ലെ, എല്ലാം വ്യത്യാസങ്ങളാണ്. ഒരാളെ പോലെ ആയിരിക്കും മറ്റാളുടെ കാഴ്ചപ്പാടുകളും വർക്ക് പാറ്റേൺസും ഒക്കെ ഒരേപോലെ ആയിരിക്കും അല്ല അല്ലെ. ഒക്കെ ഒരാളിൽ നിന്ന് ഒരാളിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. ബോത്ത് ലേബർ ആൻഡ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ആണെങ്കിലും ലവേഴ്സിന്റെ ആണെങ്കിലും അല്ലെ, രണ്ടുപേരെയും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു വ്യത്യാസങ്ങള് അല്ലെ, ഇങ്ങനെയുള്ള ഡിഫറൻറ്റുകള് എന്താണ്? have an impact on the industrial relation in different ways അല്ലെ. ഈ ഒരു വ്യത്യാസങ്ങള് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ? ഈ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു ട്രഡീഷൻ, അവർ തമ്മിലുള്ള വാല്യൂ സിസ്റ്റം, സിംബൽസ്, അവരുടെ ധാരണകൾ അല്ലെ, ആ ഒരു ഡിഫറൻസുകൾ, ഇങ്ങനെയുള്ള സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ പല രീതിയിൽ സ്വാധീനിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് മിസ് പറഞ്ഞതിൽ മാറിപ്പോയി. However, one must not avoid the most important അല്ലെ. എന്നിരുന്നാലും നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അല്ലെ. എന്ന് വെച്ചാല് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കോ? വളരെ ആ ഒരു വാല്യൂസ്, അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷൻ, അവരുടെ പെർസെപ്ഷൻ, അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കോ? ഇല്ല അല്ലേ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഗാന്ധിയൻ അപ്രോച്ച്. ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അല്ലെ, ഫാദർ ഓഫ് നാഷൻ അല്ലെ, മഹാത്മാഗാന്ധിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഗാന്ധിയൻ അപ്രോച്ച്. അപ്പൊ നമുക്കറിയാം ആളുടെ ബിലീഫ്സുകൾ ഉണ്ട് അല്ലെ, അഹിംസയും പിന്നെന്താണ് നോൺ വയലൻസ് അല്ലെ, അക്രമരഹിതവും ആണോ? നോക്കാം നമുക്ക്. Mahatma Gandhi is popular for his contribution towards the development of human beings and his beliefs of ahimsa and non-violence, which have left a remarkable impression on the world history. എന്താണ് മനുഷ്യരുടെ വികാസത്തിൽ, നമ്മുടെ ഹ്യൂമൻസിന്റെ ഡെവലപ്മെന്റില് പ്രശസ്തമായിട്ടുള്ള ഒരു സംഭാവന നൽകിയ, കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി അല്ലേ. നമ്മ ഇങ്ങനെ സ്വതന്ത്രരായി നിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിൽ നിന്ന് അല്ലെ, അവരുടെ ഭരണത്തിൽ നിന്നും എങ്ങനെ സ്വതന്ത്രരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാ? ഗാന്ധിജിയാണ് അല്ലെ, ഗാന്ധിജിയാണ് അല്ലെ.
അപ്പൊ എന്താണ് മനുഷ്യരുടെ വികാസത്തില് പ്രശസ്തമായിട്ടുള്ള സംഭാവന നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. കൂടാതെ ലോകചരിത്രത്തില് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ വിശ്വാസങ്ങളാണ് അഹിംസയും അക്രമരഹിതവും അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അദ്ദേഹം എങ്ങനെയാ പ്രവർത്തിച്ചത്? അഹിംസയിലൂടെയും അക്രമരഹിതമായിട്ടുള്ള സമരങ്ങളിലൂടെയാണ് അല്ലെ. ആണോ? ക്വിറ്റ് ഇന്ത്യ അല്ലെ, എന്താണ് ഉപ്പ് സത്യാഗ്രഹം അല്ലെ, ദണ്ഡിക്കടപ്പുറത്ത് പോയി ഉപ്പ് സത്യാഗ്രഹം നടത്തി അല്ലെ. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അഹിംസയും അക്രമരഹിതവും. നെക്സ്റ്റ് പറയുന്നത് he considered all human beings good. നമ്മുടെ മഹാത്മാഗാന്ധി കണക്കാക്കി എല്ലാ മനുഷ്യരും നല്ലവരാണ് അല്ലെ എന്ന് അദ്ദേഹം കണക്കാക്കി. And believed that the individual are not the ones who are responsible for the problems, but it is the existence of the wrong system which has led to several problems in the society. അദ്ദേഹം പറയാണ് നമ്മുടെ മനുഷ്യരെല്ലാവരും, എല്ലാ പീപ്പിൾസും എങ്ങനെയുള്ളവരാണ്? എല്ലാ ഇൻഡിവിജ്വൽസും നല്ലവരാണ്, വ്യക്തികളല്ല. നമ്മ സമൂഹത്തില് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ, സൊസൈറ്റിയില് ഉണ്ട് അല്ലെ. നമുക്കറിയാം ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ സൊസൈറ്റിയില് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയാണോ കൂടാണോ ചെയ്യുന്നത്? കുറയാണോ കൂടാണോ ചെയ്യുന്നത്? അമ്മ മോനെ അല്ലെ കൂടാണല്ലേ. ലഹരി, പിന്നെ കൊലപാതകങ്ങള്. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ടിവിയില് ന്യൂസിൽ കാണിക്കുന്നുണ്ടായല്ലേ, അച്ഛൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. എന്തൊക്കെ ന്യൂസുകളാണ്, കുഞ്ഞിനെ അമ്മ കൊല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ സൊസൈറ്റിയില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ആ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം വ്യക്തികളല്ല, പിന്നെ ആരാണ്? തെറ്റായ സിസ്റ്റംസ് അല്ലെ, വ്യവസ്ഥകളുടെ നിലനിൽപ്പാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓക്കെയാണോ? അദ്ദേഹം എന്താ പറഞ്ഞേ? മനുഷ്യരെല്ലാവരും, എല്ലാ ഇൻഡിവിജ്വൽസും നല്ലവരാണ്. പക്ഷെ എന്താണ് നമ്മുടെ സമൂഹത്തില് പലതരത്തിലുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽസ് അല്ലെ, മനുഷ്യരല്ല. പക്ഷെ ആ ഒരു സൊസൈറ്റിയില് നിലനിൽക്കുന്ന വ്യവസ്ഥകളാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റ് പറയുന്നത് he did not oppose strikes by workers, but he permitted this option to be the last resort when all available methods of negotiation, conciliation and arbitration to restore peace have failed. അദ്ദേഹം സ്ട്രൈക്സിനെ എതിർത്തില്ല, പടിമുടക്കിനെ എതിർത്തില്ല. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നാല് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അല്ലെ, നമ്മുടെ ആ ഒരു പീസ് റിസ്റ്റോർ ചെയ്യാനുള്ള, സമാധാനം നിലനിർത്തുന്നതിനുള്ള, സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകള്, അനുരഞ്ജനം, മധ്യസ്ഥത എന്നിവയുടെ ലഭ്യമായിട്ടുള്ള എല്ലാ രീതികളും പരാജയപ്പെടുമ്പോൾ ഒരു അവസാന ഓപ്ഷൻ അല്ലെ എന്നതുപോലെയാണ് അദ്ദേഹം സ്ട്രൈക്കിനെ, പണിമുടക്കിനെ അനുകൂലിച്ചത്. ഓക്കെയാണോ? അവസാന ആശ്രയമായി അദ്ദേഹം ആ ഒരു സ്ട്രൈക്സിനെ അനുവദിച്ചു. എന്താണ്? തൊഴിലാളികളുടെ പണിമുടക്കിനെ, സ്ട്രൈക്സിനെ അദ്ദേഹം എതിർത്തില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴാണ് അവരടുത്ത് സ്ട്രൈക്ക് ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ സമാധാനം അല്ലെ, നമ്മുടെ ബെനിഫിറ്റ്സുകൾ, അല്ലെ നമ്മുടെ റിക്വയർമെന്റ്സുകൾ, ആവശ്യകതകൾ നേടിയെടുക്കാൻ നമ്മ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ, ചർച്ചകൾ നടത്തും അല്ലെ.
നെഗോസിയേഷൻ നടത്തും, അനുരഞ്ജനം നടത്തും, മധ്യസ്ഥത ആളെ കൊണ്ടൊന്ന് മധ്യസ്ഥത നടത്തും അല്ലെ. അങ്ങനെയുള്ള എല്ലാ ലഭ്യമായിട്ടുള്ള എല്ലാ രീതികളും എല്ലാ മെത്തേഡ്സുകളും പരാജയപ്പെടുമ്പോൾ ഒരു അവസാന ശ്രമമായിട്ട് എന്നോണം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സ്ട്രൈക്കുകൾ എടുക്കാനായിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെയാണോ? അവസാന ആശ്രയമായി അദ്ദേഹം സ്ട്രൈക്കുകളെ അനുവദിച്ചു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് he gave the concept of trusteeship which contributed mainly towards industrial relations. എന്താണ് അദ്ദേഹം പ്രധാനമായിട്ടും വ്യവസായിക ബന്ധങ്ങൾക്ക് സംഭാവന നൽകിയ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം അദ്ദേഹം പറഞ്ഞു അല്ലെ. എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷന് പ്രധാനമായിട്ടുള്ള ഒരു ആശയമായി അദ്ദേഹം ട്രസ്റ്റിഷിപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തു, സംഭാവന ചെയ്തു. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ മഹാത്മാഗാന്ധി കൊണ്ടുവന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, മഹാത്മാഗാന്ധി കൊണ്ടുവന്നാണ് തങ്ങളുടെ നമ്മുടെ തൊഴിലുടമകള് തങ്ങളുടെ ബിസിനസിനെയും വിഭവങ്ങളെയും ട്രസ്റ്റികളായി കാണണമെന്നും അല്ലെ, അവരതില് എന്താണ് മേൽനോട്ടം വഹിക്കുന്ന അവരല്ല മുതലാളികള്, അവരെന്താണ് ട്രസ്റ്റികളാണ്. അവയെ ഏക ഉടമകളായി കണക്കാക്കുന്നതിന് പകരം തൊഴിലാളികളുടെയും നമ്മുടെ സമൂഹത്തിന്റെയും പ്രയോജനത്തിനായി നിലനിർത്തുമെന്നുമാണ് ട്രസ്റ്റിഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഇൻഡസ്ട്രി ഉണ്ട്, നമ്മളൊരു കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രമല്ല, അവിടെ ആർക്കും കൂടി അവകാശം ഉണ്ടെന്ന്, നമ്മുടെ തൊഴിലാളികൾക്കും നമ്മുടെ സമൂഹത്തിനും അവകാശമുണ്ട് എന്നുള്ള തത്വത്തിൽ എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ തൊഴിലാളികൾക്കും സമൂഹത്തിനും അവകാശമുണ്ട്, അവർക്കും പങ്കുണ്ട് എന്ന് വരുമ്പോൾ എന്താണ്, അവരുടെ ആശയങ്ങൾക്കും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കും അല്ലെ. ആണോ? അവരെയും കൂടി അവരുടെ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളിക്കും അല്ലെ. അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, കണക്കിലെടുക്കും അല്ലെ. ഒക്കെയാണോ? ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു മുതലാളിയുടെ ആ ഒരു എംപ്ലോയറുടെ മാത്രമല്ല, അവിടെ എങ്ങനെയാണ്, അവർക്കൊരു ട്രസ്റ്റിയാണ് ആ ഒരു മുതലാളി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ എന്ന് പറയുന്നത് അവരൊരു ട്രസ്റ്റിയാണ്. അവിടെ എന്താണ്, ഏക ഉടമ താൻ മാത്രമാണ് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉടമ എന്ന് കാണുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്മുടെ തൊഴിലാളികളുടെയും സമൂഹത്തിനെയും പ്രയോജനത്തിനായി നിലനിൽക്കണമെന്നുമാണ് ഈ ഒരു ട്രസ്റ്റിഷിപ്പ് കൊണ്ട് നമ്മുടെ ഗാന്ധിജി പറയുന്നത്. ഓക്കെയാണോ? ഓക്കെ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ആദ്യം മുതല്. ക്ലിയർ ആണോ? എടുത്ത ഭാഗങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ലീവ് ചെയ്തോട്ടോ മിസ്. ഓക്കെ, എന്ത് പറ്റി? നിങ്ങളുടെ എണ്ണസംഖ്യ കുറഞ്ഞു വരികയാണല്ലോ, സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണല്ലോ, ക്ലാസ് ഒന്നും കേൾക്കണ്ടേ? പിന്നെ ഗ്രൂപ്പ് ഒന്നുമില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ലേ? ഉണ്ട്. ഓക്കെ, അങ്ങോട്ട് ഉണ്ടോന്ന് കോണ്ടാക്ട് ഒന്നുമില്ല, ചോദിക്കാറില്ലേ എന്ത് പറ്റി ക്ലാസ്സിൽ കയറാത്തത്?
പരമാവധി നിങ്ങൾ ക്ലാസ്സിൽ കയറാട്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? ക്ലാസ് കേൾക്കുമ്പോ തന്നെ അറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ ഓരോ സെക്ഷനും പഠിക്കാനായിട്ട് അല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ ജോബുകാരൊക്കെയാണ് അല്ലെ? അപ്പൊ അവരോട് സമയം കിട്ടുന്നത് പോലെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കാണാൻ പറയാ കേട്ടോ, ലൈവ് ക്ലാസ് കയറാൻ പറ്റുമെങ്കിൽ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മിസ് എടുത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കൊടുക്കാറുണ്ട്. ഓക്കെ, കൊടുക്കാറുണ്ട്. അപ്പൊ അവരോട് അതൊക്കെ കാണാൻ പറയാ കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലാത്തതോ? മിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഇംഗ്ലീഷ് ക്ലാസ് കിട്ടും കേട്ടോ. അപ്പൊ ഇന്നടുത്തത് ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.